ശതയോജനവിസ്തീർണം സമുദ്രം മകരാലയം ലിലംഘയിഷുരാനന്ദ സന്തോഹോ മാരുതാത്മജഃ. 100 യോജന വിസ്താരമുള്ളതും മകരമത്സ്യം മുതലായ ഭയങ്കര ജന്തുക്കളുടെ വാസസ്ഥാനവുമായ സമുദ്രം ചാടിക്കടക്കുവാൻ ആഗ്രഹിക്കുന്ന ഹനുമാൻ സർവേശ്വരനായ ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ പരമാനന്ദത്തിൽ നിമഗ്നനായി. സുന്ദരകാന്ഡം. 7 കാണ്ഡങ്ങളുള്ള രാമായണത്തിൽ ഓരോ കാണ്ഡത്തിന്റെയും പേരുകൊണ്ട് തന്നെ അതാത് കാണ്ഡത്തിൽ വിവരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നിന്നവയാണെന്ന് വ്യക്തമാവുന്നുണ്ട്. ബാലകാന്ഡം കൊണ്ട് ശ്രീരാമന്റെ ബാല്യത്തിൽ നടന്ന കഥകളെയും, അയോധ്യാകാന്ഡം കൊണ്ട് അയോധ്യയിൽ വെച്ച് നടന്ന ചരിത്രങ്ങളെയും, ആരണ്യകാന്ഡം കൊണ്ട് കാട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെയും, കിഷ്കിന്ധാകാന്ഡം കൊണ്ട് കിഷ്കിന്ധയിലെ വർത്തമാനങ്ങളെയുമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ യുദ്ധകാന്ഡം കൊണ്ട് യുദ്ധസന്നാഹങ്ങളെയും, ഉത്തരകാന്ഡം കൊണ്ട് പട്ടാഭിഷേകത്തിന് ശേഷമുള്ള കാര്യങ്ങളെയുമാണ് പറയുന്നതെന്നും വ്യക്തമാവുന്നുണ്ട്. എന്നാൽ സുന്ദരകാന്ഡമെന്ന് പേര് കേൾക്കുമ്പോൾ എന്ത് കാര്യമാണ് അതിൽ വിവരിക്കാൻ പോകുന്നതെന്ന് അനുവാചകന് ഊഹിക്കാൻ സാധ്യമല്ല. ഹനുമാന്റെ സമുദ്രലംഘനവും ലങ്കാപ്രവേശനവും സീതാദർശനവും മറ്റുമാണ് പ്രസ്തുത കാണ്ഡത്തിൽ പറയുന്ന കാര്യങ്ങൾ. എന്നാൽ ആ വക കാര്യങ്ങളെ അടക്കി സുന്ദര ശബ്ദം കൊണ്ട് ഉത്ബോധിപ്പിച്ചതെന്താണെന്ന് അനുവാചകന് സംശയം തോന്നാം. കഥാഗോളങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണെങ്കിൽ ഇതിലും എത്രയോ സുന്ദരമായ പേര് വേറെ തന്നെ കൽപ്പിക്കാനില്ലേ എന്നും തോന്നാം. സമുദ്രലംഘനകാന്ഡമെന്നോ സീതാദർശനകാന്ഡമെന്നോ സന്ദേശകാന്ഡമെന്നോ ഒക്കെ പേരിടാം. അവയെല്ലാം കഥാഗോളങ്ങളോട് ബന്ധപ്പെട്ടവയാണ് താനും. എന്നാൽ അതൊന്നും കൂടാതെ കഥാസ്വരൂപത്തിന്റെ സ്പർശം പോലുമില്ലാത്ത സുന്ദര ശബ്ദത്തിന്റെ പ്രകടനം എന്തുദ്ദേശത്തിലായിരിക്കും? 7 കാണ്ഡങ്ങളുള്ള രാമായണത്തിൽ 7ലും വെച്ച് അത്യന്ത സുന്ദരമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയമെന്നതുകൊണ്ടാണ് ഈ കാണ്ഡത്തിന് സുന്ദരകാന്ഡമെന്ന് പേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കാണ്ഡങ്ങളിലെ കഥാഗോളങ്ങളിൽ ഒതുങ്ങിയ തത്വഘടനയുടെ ശ്രവണത്തിൽ നിന്ന് ജിജ്ഞാസുവായ ജീവൻ ബ്രഹ്മവിദ്യാ ദർശനത്തിനുവേണ്ടി അലയുന്ന അവസ്ഥാവിശേഷത്തെ ഉത്ബോധിപ്പിച്ചുവല്ലോ. ബ്രഹ്മവിദ്യയെ കണ്ടുകിട്ടലാണ് ഈ കാണ്ഡത്തിലെ മുഖ്യ വിഷയം. സംസാരത്തിൽ ഒരു ജീവന് ഇതിൽ പരം സുന്ദരമായ ഒരവസ്ഥാവിശേഷത്തെ അനുഭവിക്കാനില്ല. എത്ര പ്രതിബന്ധങ്ങളാണ് ബ്രഹ്മവിദ്യയെ അറിയാനെന്ന് പറഞ്ഞാൽ അവസാനമില്ല. അത്രയും പ്രതിബന്ധങ്ങളുണ്ടെന്ന കാരണത്താൽ പലരും അന്വേഷിക്കുന്നുണ്ടെങ്കിലും എത്രയോ ദുർലഭം സാധകന്മാർക്ക് മാത്രമേ അറിയാൻ സാധിക്കാറുള്ളൂ. ആ തത്വങ്ങളെയൊക്കെ ഇവിടെ ഭാഗ്യന്തരേണ പ്രകാശിപ്പിച്ചിട്ടുമുണ്ട്. സീതാദേവി ലങ്കയിലായിരിക്കുമെന്നും ലങ്ക തെക്കാണെന്നും അറിഞ്ഞിട്ടും എത്രയോ ആളുകളാണ് വടക്കും കിഴക്കും പടിഞ്ഞാറും പോവാനുണ്ടായത്. എന്താണിതിനർത്ഥം? ജീവിതം ആത്മസാക്ഷാത്കാരത്തിനും ജന്മസാഫല്യത്തിനുമുള്ളതാണെന്നും അതിന് വിഷയനിവൃത്തനും ബ്രഹ്മനിഷ്ഠനുമായി കഴിയുകയാണ് വേണ്ടതെന്നും അറിഞ്ഞിട്ടും എത്ര ജനങ്ങളാണ് കേവലം വിഷയാലുക്കളായി തന്നെ കഴിയുന്നത്? അതിനെയാണ് ദക്ഷിണേതര ദിക്കുകളിലേക്ക് പോയ വാനരന്മാരെ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. തെക്കോട്ട് പോയവർ തന്നെ വളരെ കുറവാണ്. അതിലും ഒരാൾ മാത്രമാണ് സീതയെ കാണുന്നത്. എത്രയോ അസംഖ്യം ആളുകളിൽ ദുർലഭം ചിലർ മാത്രമാണ് അധ്യാത്മസാധനയിൽ മുഴുകി ജന്മസാഫല്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നത്. അങ്ങനെ പ്രയത്നിക്കുന്നവരിൽ തന്നെ ദുർലഭം ചിലർ മാത്രമാണ് പരമാർത്ഥമായ മാർഗത്തെ അറിഞ്ഞ് ജന്മസാഫല്യത്തെ പ്രാപിക്കുന്നതും. അതിനാൽ ജീവന് ഈശ്വരപ്രാപ്തിക്കാവശ്യമായ ബ്രഹ്മവിദ്യാബോധം ഒരാൾക്കെങ്കിലും ഉണ്ടായിത്തീരുകയെന്നത് എത്ര ദുർലഭമാണെന്ന് പറയാൻ വയ്യ. അങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കൽ ഏതൊരാൾക്കെങ്കിലും ബ്രഹ്മവിദ്യയെ വേണ്ട പോലെ അറിയാൻ സാധിച്ചാൽ അതിൽ പരം അത്ഭുതകരമായ മറ്റൊന്നും ലോകത്തിലുണ്ടാവാനില്ല. അതിൽ പരം സുന്ദരമായ അനുഭവവും മറ്റൊന്നില്ല. പ്രസ്തുത അത്ഭുതകരമായ അവസ്ഥാവിശേഷത്തെയാണ് ഈ കാണ്ഡത്തിൽ ഉപന്യസിക്കുന്നതെന്നതുകൊണ്ടാണ് ഈ കാണ്ഡത്തിന് സുന്ദരകാന്ഡമെന്ന് പേരിട്ടിരിക്കുന്നത്. ജീവൻ സംസാര സമുദ്രത്തെ അതിക്രമിച്ച് ആത്മസാധനയിൽ മുഴുകി ബ്രഹ്മവിദ്യയെ അറിഞ്ഞ് ചരിതാർത്ഥനാവുന്ന വിധത്തെയാണ് ഇതിൽ താത്വികമായി ഉപന്യസിച്ചിരിക്കുന്നതും. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ജാംബവാന്റെ മുഖത്തുനിന്ന് കേട്ട വാക്കുകളെക്കൊണ്ട് ഉറങ്ങിക്കിടന്ന പൗരുഷവും ഉത്സാഹവും ഉണർന്ന് വികസിച്ച്
ആവേശഭരിതനായ ആഞ്ജനേയൻ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ചാരിതാർത്ഥ്യത്തോടെ മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയെന്ന് പറഞ്ഞുവല്ലോ. പർവ്വതത്തിലേക്ക് കയറുന്ന ഓരോ കാൽവെപ്പിലും ഹനുമാൻ വിചാരിക്കുകയാണ്, ഹാ, ഞാൻ ധന്യധന്യൻ തന്നെ, എന്റെ ജന്മം സഫലമായി, ഇന്നെങ്കിലും എനിക്ക് സീതാദർശനം സാധിക്കുമല്ലോ. ഇത്രകാലവും ഞാനീ കാര്യമറിയാതെ ആയുസ് കളഞ്ഞുവല്ലോ. പോട്ടെ, ഇന്നെങ്കിലും എന്റെ ജന്മം സഫലമായല്ലോ. തനിക്ക് സമുദ്രത്തെ ചാടാൻ സാധിക്കുമോ, വല്ല ആപത്തും സംഭവിക്കുമോ എന്നും മറ്റുമുള്ള വിചാരമല്ല ഹനുമാനുണ്ടായത്. ഇത്ര ദിവസവും തനിക്കിത് സാധിച്ചില്ലല്ലോ എന്ന പശ്ചാത്താപമാണുണ്ടായത്. ഹൃദയത്തിൽ രാമസ്വരൂപവും നാവിൽ രാമനാമവും കൈയിൽ രാമാങ്കുലീയവുമുള്ള തനിക്ക് ഇതല്ല, ഇതിലും വലിയ സമുദ്രത്തെയും ചാടാമെന്ന ദൃഢബോധം വാതാത്മജന്റെ ഹൃദയത്തിൽ ദൃഢമായി ഉറച്ചു. അതിനാൽ സമുദ്രത്തെ ഉല്ലംഘിക്കുന്നതിനെപ്പറ്റിയോ ലങ്കയിൽ എത്തുന്നതിനെപ്പറ്റിയോ സീതാദേവിയെ ദർശിക്കുന്നതിനെപ്പറ്റിയോ സംശയമേ ഉണ്ടായിട്ടില്ല. പരമപുരുഷനായ ശ്രീരാമചന്ദ്രന്റെ സർവശക്തികളും തന്നിലുണ്ടെന്ന് ബോധ്യം വന്നു ഹനുമാന്. തീവ്ര മുമുക്ഷുവായ ഒരു സാധകന്റെ ഭാവത്തെയാണ് ഹനുമാനിൽ കൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പരമാർത്ഥമായ മുമുക്ഷുതയുണ്ടാവുകയും അത് തീവ്രമാകാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലമാണ് ഒരാൾക്ക് വൈരാഗ്യം കൊണ്ട് സംസാരത്തെ ജയിക്കാൻ കഴിയാതിരിക്കുന്നത്. സംസാരത്തെയാണിവിടെ ഭയാനകമായ സമുദ്രമായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന്റെ മറുകരയിലേക്ക് ചാടിക്കടക്കുക എന്നത് വിഷമമേറിയ കാര്യം തന്നെ. എന്നാൽ മറുകരയിലെത്താതെ സീതാദേവിയെ കാണാനും പോവുന്നില്ല. സംസാരധർമ്മങ്ങളെ നിശേഷം ജയിക്കാതെ ബ്രഹ്മവിദ്യയെ അറിയുക എന്നത് വിഷമം തന്നെ. അധികമാർക്കും അത് സാധിക്കാറില്ല. അതാണ് ഹനുമാനൊഴിച്ച് മറ്റാർക്കും സാധിക്കാതെ വന്നത്. തീവ്ര മുമുക്ഷുവിനു മാത്രമേ സംസാര സമുദ്രത്തിന്റെ മറുകരയ്ക്കെത്താൻ സാധിക്കൂ. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അങ്ങനെയുള്ള തീവ്ര മുമുക്ഷതയുണ്ടാവാറുള്ളൂ. അതാണ് സാധാരണ ജനങ്ങൾക്ക് സാധിക്കാത്തതും. സംസാരത്തിൽ പല കർത്തവ്യങ്ങളുമുണ്ട്. തനിക്കെന്ന് ധരിക്കുന്നു ഓരോരുത്തരും. എന്നാൽ മുമുക്ഷതയുണ്ടാവുമ്പോൾ ജന്മസാഫല്യമായ കൈവല്യപ്രാപ്തി മാത്രമാണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും അതിനുള്ള പ്രയത്നം മാത്രമാണ് തന്റെ കർത്തവ്യമെന്നും ബോധ്യമാവുന്നു. പ്രസ്തുത ബോധം ദൃഢപ്പെടുന്നതോടുകൂടി മറ്റു കർത്തവ്യങ്ങളെല്ലാം അറിയാതെ വീണുപോവുകയും മുമുക്ഷത തീവ്രമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെയായി തീർന്ന ഒരാൾക്ക് വിഷമമില്ലാതെ സംസാര സമുദ്രത്തിന്റെ മറുകരയ്ക്കെത്താനും ബ്രഹ്മവിദ്യയെ അറിയാനും കഴിയുന്നു. പ്രസ്തുത ഭാവമാണ് ഇവിടെ ആഞ്ജനേയനിൽ കൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് മുന്നിൽ പരന്നുകിടക്കുന്ന സമുദ്രത്തെ സുദീർഘമായൊന്നു നോക്കി. 2 കൈകളും ആകാശത്തിൽ പൊക്കിപ്പിടിച്ച് 2 കാലുകൾ കൊണ്ടും പർവ്വതത്തെ ചവിട്ടി അമർത്തി മേലോട്ട് കുതിച്ചു ചാടി. ചിറകില്ലാത്തൊരു മഹാസത്വം ആകാശത്തുകൂടെ പറന്നുപോവുന്ന പ്രതീതിയുണ്ടാക്കിക്കൊണ്ട് വാതാത്മജൻ വായുവേഗത്തിൽ ആകാശത്തുകൂടെ തെക്കോട്ട് നീങ്ങാൻ തുടങ്ങി. അഞ്ജനാപുത്രന്റെ അത്ഭുതകരമായ ആ പ്രയാണത്തെ ആശ്ചര്യത്തോടുകൂടും വണ്ണം നോക്കിക്കൊണ്ടു നിന്നു ദേവന്മാരും ഉപദേവന്മാരും ഋഷികളുമെല്ലാം. അങ്ങനെ കുറേ ദൂരം ആകാശത്തുകൂടെ പോയപ്പോഴാണ് സമുദ്രത്തിന് തന്നെ ആശങ്കയുണ്ടായത്. ഒരുപക്ഷെ അക്കരെ പറ്റാൻ സാധിക്കാതെ വീണുപോകുന്ന പക്ഷം ഹനുമാൻ തന്നെ ഇല്ലാതായി തീരുമല്ലോ. അങ്ങനെ സംഭവിക്കരുതെന്ന് കരുതി സമുദ്രത്തിനടിയിൽ വളരെ കാലമായി ഒളിച്ചു താമസിച്ചുവരുന്ന മൈനാക പർവ്വതത്തോട് മേലോട്ട് പൊന്തി നിൽക്കാൻ ആജ്ഞാപിച്ചു സമുദ്രരാജാവ്. അതുപ്രകാരം അധികം താമസിയാതെ ഹനുമാന്റെ മാർഗമധ്യത്തിൽ ഒരു പർവ്വതം പൊന്തി വന്നു. രാമകാര്യത്തിനു വേണ്ടി അത്യന്ത സാഹസത്തോടുകൂടും വണ്ണം ആകാശത്തുകൂടെ പ്രയാണം ചെയ്യുന്ന അങ്ങ് ഈ പർവ്വതത്തിലിരുന്ന് അല്പനേരം വിശ്രമിച്ച് നല്ല മധുരമുള്ള പഴങ്ങളെ ഭക്ഷിച്ച് അമൃതസമാനമായ ജലം പാനം ചെയ്ത് ക്ഷീണം തീർത്തു പോണമെന്ന് ഹനുമാനോട് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ രാമകാര്യമായ സീതാദർശനത്തിനു വേണ്ടി തന്നെ ജീവിതത്തെ മുഴുവൻ അർപ്പിച്ചുകഴിഞ്ഞ അദ്ദേഹമുണ്ടോ ആ അപേക്ഷയെ കൈക്കൊള്ളുന്നു? ആയുസ് അല്പവും അനിശ്ചിതവുമാണെന്നും ആത്മസാക്ഷാത്കാരവും കൈവല്യപ്രാപ്തിയും മാത്രമാണ് ജീവിതത്തിൽ സാധിക്കാനുള്ളതെന്നും അത് സാധിക്കുന്നതിനു മുൻപ് ആയുസ് നശിക്കാൻ പാടില്ലാത്തതിനാൽ എത്രയും വേഗത്തിൽ ജീവിതലക്ഷ്യം പ്രാപിക്കേണ്ടിയിരിക്കുന്നുവെന്നും ബോധ്യമുള്ള തീവ്ര മുമുക്ഷുവായ ഒരാൾക്ക് തന്റെ കൈവല്യപ്രാപ്തി കൈവരുന്നതിനു മുൻപ് ആഹാരനിദ്രകൾക്കും വിശ്രമത്തിനുമൊക്കെ എവിടെയാണ് അവസരം? അതിനാൽ ഹനുമാൻ തനിക്ക് ഏറ്റവും പ്രധാനമായ രാമകാര്യം സാധിക്കുന്നതിനു മുൻപ് ആഹാരനിദ്രകളോ വിശ്രമമോ ഇല്ലെന്ന് പറഞ്ഞ്
അവരുടെ അപേക്ഷയെ തിരസ്കരിക്കുക തന്നെ ചെയ്തു. മൈനാക പർവ്വതത്തെയും അതിക്രമിച്ച് പിന്നെയും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേവന്മാരുടെ അപേക്ഷയെ പുരസ്കരിച്ച് സുരസ ഹനുമാന്റെ ശക്തി കൗശലങ്ങളെ പരീക്ഷിക്കാനെത്തിയത്. ദേവന്മാർക്കൊരു സംശയം. സമുദ്രത്തെ അതിക്രമിച്ച് മറുകരയിലെത്തിയാലും ഏറ്റവും സുരക്ഷിതമാവണ്ണം കാക്കപ്പെട്ടുവരുന്ന ലങ്കാ രാജധാനിയിൽ ഹനുമാന് പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന്. ആ സംശയം തീർക്കാൻ വേണ്ടിയായിരുന്നു അവർ നാഗമാതാവായ സുരസയെ പറഞ്ഞയച്ചത്. സുരസാദേവി വികൃതമായ രാക്ഷസീ രൂപത്തിൽ ആഞ്ജനേയന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഹനുമാനെ വിഴുങ്ങാൻ തുടങ്ങി. രാമകാര്യമായ സീതാദർശനം മാത്രമാണ് തനിക്ക് ശരീരം കൊണ്ടുള്ള പ്രയോജനമെന്നും അത് സാധിച്ചു കഴിഞ്ഞാൽ ഉടനെ ശരീരത്തെ ഇവിടെ എത്തിച്ചു തരാമെന്നും അതുവരെ ക്ഷമിക്കണമെന്നും പല പ്രാവശ്യം സുരസയോട് അപേക്ഷിച്ചു നോക്കിയെങ്കിലും അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ തയ്യാറായില്ല നാഗമാതാവ്. അപ്പോൾ ഹനുമാൻ പർവ്വതാകാരമായ സ്വരൂപത്തിൽ സുരസയുടെ വായിൽ പ്രവേശിച്ച് യോഗശക്തി കൊണ്ട് കൃശശരീരനായി മറ്റൊരു ദ്വാരത്തിൽ കൂടെ പുറത്തുവന്ന് വീണ്ടും ആകാശത്തുകൂടെ പ്രയാണം തുടങ്ങി. പിന്നെയും കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോഴാണ് ഛായാഗ്രാഹിണി എന്നൊരു ഭൂതത്തിന്റെ പുറപ്പാട്. നിഴലിൽ കൂടെ വസ്തുവിനെ ആകർഷിച്ചടുത്തുവരുത്തി ആഹരിക്കുക എന്നതാണ് ഛായാഗ്രാഹിണിയുടെ സ്വഭാവം. അതനുസരിച്ച് മുകളിൽ കൂടി പോവുന്ന ഹനുമാന്റെ നിഴലിനെ സമുദ്രത്തിൽ നിന്ന് പിടിച്ചുവലിച്ചാകർഷിക്കാൻ തുടങ്ങി. തന്റെ ഗതിക്ക് മാന്ദ്യം വരികയും ക്രമേണ കീഴ്പോട്ട് പതിക്കുകയും ചെയ്യുന്നു താനെന്നറിഞ്ഞ ഹനുമാൻ അതിന്റെ കാരണമെന്തെന്നറിയാൻ താഴെ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ പ്രസ്തുത സത്വത്തെ കണ്ടു. താഴോട്ടിറങ്ങി കാലുകൊണ്ടൊരു ചവിട്ടുകൊടുത്ത് വീണ്ടും മേലോട്ട് പൊന്തി പ്രയാണം ചെയ്തു തുടങ്ങി. പിന്നീട് യാതൊരു വിഘ്നവും കൂടാതെ അക്കരെ സമുദ്രത്തോട് തൊട്ടുരുമ്മി നിൽക്കുന്ന സുബേല പർവ്വതത്തിന് മുകളിൽ അധികം താമസിയാതെ ചെന്നെത്തി. ഭൂമിയിൽ കാലുകുത്തി നിന്നതോടെ വളരെ സമാധാനമായി. കുറെ നേരം അവിടെത്തന്നെ ഇരുന്ന് വിശ്രമിച്ചു. അനന്തരം ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ലങ്കാ രാജധാനിയൊന്നു നോക്കിക്കണ്ടു. അനേകം ആയുധധാരികളായ രാക്ഷസ സൈന്യങ്ങളാൽ കാത്തുരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും 4 ഭാഗത്തേക്കും സുരക്ഷിതങ്ങളായ 4 ഗോപുരങ്ങളോടും ഉയരമേറിയ മതിൽക്കെട്ടുകളോടും ആഴമേറിയ കിടങ്ങുകളോടും എല്ലായിടത്തും സൈന്യങ്ങളാൽ കാത്തുരക്ഷിക്കപ്പെട്ടുകൊണ്ടുമുള്ള നിലയിൽ ലങ്കാ രാജധാനിയും അതിന്റെ ഗൗരവവും കണ്ടപ്പോൾ തന്നെ ഹനുമാനൊന്ന് നടുങ്ങി. എങ്ങനെയാണ് ഇത്രയും സുരക്ഷിതമായ രാജധാനിയിൽ ആരുമറിയാതെ പ്രവേശിക്കേണ്ടത്? എങ്ങനെയാണ് സീതാദേവിയെ കാണേണ്ടതെന്നൊന്നും അറിയാതെ വിഷമിച്ചു. ഏതായാലും രാത്രിയാവട്ടെ, ഈ പകൽ സമയത്ത് എങ്ങനെയും സാധ്യമല്ല എന്ന് കരുതി രാത്രിയാവാൻ വേണ്ടി പ്രസ്തുത സുബേല പർവ്വതത്തിൽ തന്നെ സന്ധ്യ വരെയുള്ള സമയം കഴിച്ചുകൂട്ടി ഹനുമാൻ. തീവ്ര മുമുക്ഷതയും തീവ്ര വൈരാഗ്യവും ഉണ്ടായാൽ കൂടി അധ്യാത്മസാധകന് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളുണ്ടാവാം. ആദ്യം തന്നെ തീവ്ര വൈരാഗ്യം കൊണ്ട് സകല പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും ബാഹ്യമായ നിവൃത്തനാവണമെന്ന സൂചനയാണ് മൈനാക പർവ്വതത്തിന്റെ പൊന്തലിൽ കൂടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും ശരീരധർമ്മങ്ങളിൽ നിന്നും കേവലം നിവൃത്തനല്ലാത്ത ഒരാൾക്ക് മിക്ക സമയത്തും ആഹാരനിദ്രകൾക്ക് സൗകര്യം ചെയ്യാനും അവ അനുഭവിക്കാനും മാത്രമേ സൗകര്യമുള്ളൂ. അത് രണ്ടും കഴിഞ്ഞാൽ സമയം വളരെ പരിമിതമായേ ഉണ്ടാവൂ. അതിനാൽ ഗണ്യമായ ഒരു പ്രതിബന്ധമാണ് ആഹാരനിദ്രാദി ശരീരധർമ്മങ്ങളിൽ നിന്നും മറ്റു പ്രപഞ്ചധർമ്മങ്ങളിൽ നിന്നും നിവർത്തിക്കാതിരിക്കുക എന്നത്. ബാഹ്യമായ അവയിൽ നിന്നൊക്കെ നിവൃത്തനായിട്ടുണ്ടെങ്കിലും അതുകൊണ്ടും പോരാ, ആന്തരമായും നിവർത്തിക്കണമെന്നാണ് സുരസയുടെ ആവിഷ്കരണത്തിൽ കൂടെ ഉത്ബോധിപ്പിക്കുന്നത്. ബാഹ്യമായി നോക്കുമ്പോൾ ഒരു സാധകൻ എല്ലാ വിഷയങ്ങളിൽ നിന്നും നിവൃത്തനായിട്ടുണ്ടെങ്കിൽ കൂടി മനസ്സിൽ അവയെപ്പറ്റി ചിന്തയോ ആസക്തിയോ അവ നല്ലതാണെന്ന അഭിപ്രായം പോലുമോ ഉണ്ടെങ്കിൽ മനസ്സിന് സ്വസ്ഥതയോ സാധനയിൽ വിജയമോ ഉണ്ടാവാൻ വയ്യ. അതിനാൽ പ്രപഞ്ച വിഷയങ്ങളിൽ നിന്ന് ബാഹ്യമായിട്ട് പോരാ, ആന്തരമായിട്ടും പരിപൂർണ നിവൃത്തിയുണ്ടാവണം. എങ്കിലേ സാധനയ്ക്ക് തടസ്സം നേരിടാതിരിക്കുകയും മനസ്സ് എപ്പോഴും സ്വസ്ഥതയിൽ തന്നെ വർത്തിക്കുകയും ചെയ്യൂ. ഏതെങ്കിലും ഒരു ചെറിയ ചിന്ത മനസ്സിൽ അങ്കുരിച്ചാൽ മതി, പല വിക്ഷേപങ്ങളും മനസ്സിൽ പൊന്തിവരാൻ തുടങ്ങും. വിക്ഷേപങ്ങളെക്കൊണ്ട് മനസ്സ് ആവിലമായി കഴിഞ്ഞാൽ സാധനയ്ക്ക് ശക്തിയായ തടസ്സം നേരിടുകയും ചെയ്യും. അത് സംഭവിക്കാതിരിക്കാൻ ആന്തരമായ നിവൃത്തിയും ഒരാൾക്ക് അവശ്യമുണ്ടായിരിക്കണം. കൂടാതെ തന്റെ ഗൃഹകുടുംബാദികളെയോ ഭാര്യാപുത്രാദികളെയോ ധനധാന്യാദികളെയോ സംബന്ധിച്ച് അല്പമായിട്ടുകൂടി വിചാരമുണ്ടാവരുത്. അവയെപ്പറ്റി ഓർമ്മിച്ചാൽ തന്നെ ചിത്തം കലുഷമായി തീരും എന്നാണ് ഛായാഗ്രാഹിണിയുണ്ടാകുന്ന ഭൂതത്തിന്റെ അവതരണത്തിൽ കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദൂരത്തുള്ള വസ്തുക്കളെ
കേവലം നിഴലിൽ കൂടെ ആകർഷിച്ചടുത്തു വരുത്തി വിഴുങ്ങുകയാണല്ലോ ഛായാഗ്രാഹിണി ചെയ്യുന്നത്. അതുപോലെ വിദൂരത്തുള്ള തന്റെ ഗൃഹകുടുംബാദികളുടെ ഓർമ്മ മാത്രം കൊണ്ട് തന്നെ അവ സാധകനെ ആകർഷിച്ചടുത്തു വരുത്തി നശിപ്പിക്കും. അതിനാൽ അവയെ സ്മരിക്കാൻ പോലും ഇടയാവരുത്. ഇങ്ങനെ തീവ്രവൈരാഗ്യം കൊണ്ട് ബാഹ്യാഭ്യന്തര നിവൃത്തിയും ഗൃഹകുടുംബാദി വസ്തുക്കളുടെ സ്മരണാനാശവും ദൃഢപ്പെട്ട് തീവ്രമുമുക്ഷുവായ സാധകന് ഹനുമാൻ എന്ന പോലെ നിഷ്പ്രയാസം സംസാര മഹാസമുദ്രത്തിന്റെ മറുകരയ്ക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന തത്വമാണ് സമുദ്രലംഘനത്തിൽ കൂടെ ആചാര്യൻ കരതലാമലകം പോലെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദിത്യ അസ്തമനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് സുബേല പർവ്വതത്തിൽ ഇരിക്കുന്ന ഹനുമാൻ ക്രമേണ അസ്തമനമായെന്ന് തോന്നിയപ്പോൾ പതുക്കെ ഇരുന്ന ദിക്കിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റുപാട് നോക്കി. ലങ്കാ രാജധാനിയിൽ പ്രവേശിക്കാനുള്ള മാർഗമൊക്കെ വ്യക്തമായി തെളിഞ്ഞു കണ്ടു. പക്ഷേ ജനനിബിഡമായ മാർഗത്തിൽ കൂടെ എങ്ങനെയാണ് പോവേണ്ടതെന്നറിയാതെ കുഴങ്ങി. അവസാനം അർദ്ധരാത്രിയാവട്ടെ, എല്ലാവരും ഗാഠനിദ്രയിൽ മുഴുകട്ടെ, അപ്പോൾ പോവാമെന്ന് നിശ്ചയിച്ചു. പിന്നെയും സുബേല പർവ്വതത്തിൽ തന്നെ കാത്തിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രിയും ആയി. ഇനി പോവാമെന്ന് കരുതി പതുക്കെ പർവ്വതത്തിൽ നിന്ന് താഴേക്കിറങ്ങി രാജധാനിയിലേക്കുള്ള രാജമാർഗത്തിൽ കൂടെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് ക്രമേണ പ്രധാന ഗോപുരദ്വാരത്തിലെത്തി. ആയുധധാരികളായ ദ്വാരപാലകന്മാർ ധാരാളമുണ്ടെങ്കിലും അവരെല്ലാം ഗാഠനിദ്രയിൽ മുഴുകിയിരിക്കുന്നതിനാൽ അവരെക്കൊണ്ടൊന്നും കുഴപ്പമില്ല. പതുക്കെ അവരുടെ ഇടയിൽ കൂടെ ചാടി അകത്തു കടന്നു. മഹാഭയങ്കരിയായ ഒരു സ്ത്രീയാണ് അപ്പോൾ ഹനുമാനെ വന്നെതിർത്തത്. കപോല പ്രദേശത്ത് തന്നെ ശക്തിയോടുകൂടിയ ഒരു പ്രഹരം കിട്ടിയതോടെ അവൾ പ്രജ്ഞയറ്റു മറിഞ്ഞു വീണു. വളരെ നേരം കഴിഞ്ഞ ശേഷം വീണ്ടും ബോധമുണ്ടായി ഉണർന്നെഴുന്നേറ്റ് ഹനുമാന് അകത്തേക്ക് കടക്കാനുള്ള മാർഗങ്ങളെയൊക്കെ ഉപദേശിച്ചുകൊടുത്ത് അനുഗ്രഹിച്ച് അപ്പോൾ തന്നെ ലങ്ക വിട്ടുപോയി ലങ്കാശ്രീ എന്ന ആ സ്ത്രീ. അതോടെ കുറച്ചുകൂടി ബലവും സ്വാതന്ത്ര്യവും കിട്ടിയ ഹനുമാൻ രാജധാനിക്കുള്ളിൽ ചുറ്റി നടന്ന് സീതാദേവിയെ അന്വേഷിക്കാൻ തുടങ്ങി. രാവണന്റെ അന്തഃപുരത്തിൽ തന്നെ ഒരിടത്തുള്ള അശോകവനത്തിന്റെ മധ്യത്തിലുള്ള ശിംശപാവൃക്ഷത്തിന്റെ മൂലത്തിലാണ് സീതാദേവി ഇരിക്കുന്നതെന്ന് ലങ്കാലക്ഷ്മിയിൽ നിന്നറിയാൻ കഴിഞ്ഞു. എങ്കിലും എവിടെയാണ് അന്തഃപുരം, എവിടെയാണ് അശോകവനം, എവിടെയാണ് ശിംശപാവൃക്ഷം, ഇതൊന്നും അറിയാതെ അങ്ങിങ്ങ് ചുറ്റിത്തിരിയാൻ തുടങ്ങി ആഞ്ജനേയൻ. അങ്ങനെ കുറെ ദൂരം ചുറ്റിത്തിരിഞ്ഞപ്പോൾ അന്തഃപുരം കണ്ടുകിട്ടി. പിന്നെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് അന്വേഷിക്കാൻ തുടങ്ങി. പല സ്ത്രീകളും കിടന്നുറങ്ങുന്നത് കണ്ടു. എങ്കിലും അതൊന്നും സീതയല്ല എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അതിനാൽ പിന്നെയും സീതാദേവി എവിടെയെന്ന ജിജ്ഞാസയോടെ ചുറ്റിത്തിരിഞ്ഞു നടക്കുമ്പോൾ വായുദേവന്റെ ആനുകൂല്യത്താൽ അശോകവനം കാണാൻ സാധിച്ചു. അപ്പോൾ തന്നെ കൃതാർത്ഥനായി. പിന്നെയും അശോകവനത്തിൽ കൂടെ ചുറ്റിത്തിരിഞ്ഞ് അലഞ്ഞു നടക്കുമ്പോൾ അതിന്റെ മധ്യത്തിലുള്ള ശിംശപാവൃക്ഷവും വൃക്ഷമൂലത്തിൽ രാക്ഷസികളാൽ പരിവൃതയായിരിക്കുന്ന സീതാദേവിയെയും ദൂരത്തിൽ നിന്ന് കണ്ടു വായുപുത്രൻ. കൃതാർത്ഥനും ധന്യധന്യനുമായി താനെന്ന സന്തോഷാതിരേകത്തോടെ പതുക്കെ പതുക്കെ ചുറ്റി നടന്ന് സീതാദേവി ഇരുന്നരുളുന്ന ശിംശപാവൃക്ഷത്തിന്റെ മുകളിൽ പതുക്കെ കയറിയിരുന്നു. ദേവിയുടെ പാറാവുകാരായ രാക്ഷസികൾ ഉറങ്ങിയിട്ടില്ലാത്തതിനാൽ അവരുടെ സംരംഭങ്ങളെ അറിയാൻ വേണ്ടി ഹനുമാൻ സൂക്ഷ്മവീക്ഷണം ചെയ്തുകൊണ്ട് വൃക്ഷാഗ്രത്തിൽ മറഞ്ഞിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ശബ്ദകോലാഹലം കേട്ടു. അതെന്തെന്നറിയാനുള്ള തൃഷ്ണയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാക്ഷസ ചക്രവർത്തിയായ രാവണൻ സർവാലങ്കാരഭൂഷിതനായി പരിജനങ്ങളോടുകൂടി സീതാദേവിയുടെ അടുത്തേക്ക് എഴുന്നള്ളുന്നതാണെന്ന് ബോധ്യമായി. രാവണൻ വന്ന് പല ചാടുവാക്യങ്ങളെക്കൊണ്ടും ജാനകീദേവിയെ വശീകരിക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അതെല്ലാം നിഷ്ഫലമാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. അവസാനം 2 മാസത്തെ അവധിയും കൊടുത്ത് രാവണൻ യാത്രയായി. 2 മാസത്തിനുള്ളിൽ തന്നെ ശുശ്രൂഷിക്കാൻ തയ്യാറാവാത്ത പക്ഷം 2 മാസം തികഞ്ഞു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെ പ്രാതൽ സീതയുടെ മാംസമാണെന്ന് താക്കീതും ചെയ്തിട്ടാണ് ചക്രവർത്തി എഴുന്നള്ളിയത്. രാക്ഷസികൾക്ക് സീതയെ അനുനയിപ്പിച്ചു വശീകരിക്കണമെന്ന കൽപ്പനയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനാൽ രാവണ ചക്രവർത്തി പോയതോടെ ഭയങ്കരികളായ രാക്ഷസ സ്ത്രീകൾ സീതയെ ഭയപ്പെടുത്താനും അനുനയിപ്പിക്കാനും തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ രാക്ഷസികളൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഗാഠനിദ്രയിൽ മുഴുകി. എല്ലാവരും ഗാഠനിദ്രയിൽ മുഴുകിക്കഴിഞ്ഞപ്പോൾ ഭയം കൊണ്ടും വ്യസനം കൊണ്ടും പരവശയായ ജനകപുത്രി ഇനി എന്തിന് ജീവിക്കുന്നുവെന്ന് കരുതി ജീവിതത്തെപ്പോലും വെറുത്ത് എങ്ങനെയും ആത്മഹത്യ ചെയ്യാൻ തീർച്ചപ്പെടുത്തി. അതിനെന്താണ് മാർഗമെന്നാലോചിച്ചു. വൃക്ഷക്കൊമ്പിൽ
തന്റെ തലമുടി കെട്ടിത്തൂങ്ങി മരിക്കാമെന്ന് തീർച്ചപ്പെടുത്തി അതിനൊരുങ്ങി. എല്ലാം കണ്ടുകൊണ്ട് ശിംശപാവൃക്ഷത്തിൽ മറഞ്ഞിരിക്കുന്നു ഹനുമാൻ. ദേവിയുടെ ആത്മഹത്യാ സംരംഭം കൂടി കണ്ടപ്പോൾ ഇനി അടങ്ങിയിരിക്കാൻ വയ്യെന്ന് കരുതി പതുക്കെ തന്നെ മറ്റാരും കാണാത്ത രീതിയിൽ മറഞ്ഞിരുന്നുകൊണ്ടുതന്നെ ശ്രീരാമചരിത്രത്തെ കീർത്തിക്കാൻ തുടങ്ങി. ചെവികൾക്കമൃതമായ ആ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ദേവി തന്നെത്താൻ മറന്ന് വൃക്ഷക്കൊമ്പുവിട്ട് നിലത്ത് സ്തബ്ധയായി നിന്നു. സീതാദേവിയെ അന്വേഷിച്ച് രാമദൂതനായ ഒരു വാനരൻ ലങ്കയിൽ എത്തിക്കഴിഞ്ഞുവെന്നും അവൻ സീതാദേവിയെ കണ്ടുകഴിഞ്ഞുവെന്നും പറഞ്ഞ് ഹനുമാൻ തന്റെ ചരിത്രകഥനം അവസാനിപ്പിച്ചു. സീതാദേവിക്ക് ഇതിൽ പരം അത്ഭുതം തോന്നാനില്ല. അത്രമാത്രം ആശ്ചര്യപ്പെട്ടു. ആരുടെ മുഖത്തു നിന്നാണോ അമൃതായമാനങ്ങളായ ഈ വാക്കുകൾ കേൾക്കാനിടയായത്, ആ പുണ്യസ്വരൂപത്തെ ഒന്ന് കാണാൻ കൂടി സാധിച്ചാൽ താൻ ധന്യയായെന്ന് പ്രാർത്ഥിച്ചു ദേവി. അപ്പോൾ ഹനുമാൻ പതുക്കെ ഭൂമിയിലിറങ്ങി വളരെ കൃശശരീരനായി ദേവിയുടെ പുരോഭാഗത്ത് വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് കൂപ്പിത്തൊഴുതു. മാരീചവധാനന്തരം അതുവരെ നടന്ന സകല വർത്തമാനങ്ങളും ചുരുക്കി അറിയിച്ചു. ഭഗവാൻ പറഞ്ഞയച്ച അടയാളവാക്യത്തെ കേൾപ്പിച്ചു. കൊടുത്തയച്ചിട്ടുണ്ടായിരുന്ന അങ്കുലീയകത്തെ ദേവിയുടെ തൃക്കൈയിൽ കൊടുക്കുകയും ചെയ്തു. ഹനുമാൻ രാമദൂതൻ തന്നെ എന്ന് എല്ലാ പ്രകാരത്തിലും ദേവിക്ക് ബോധ്യപ്പെട്ടു. തനിക്ക് ഭഗവാനെ അറിയിക്കാനുള്ള സംഗതികളൊക്കെ പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ ലങ്കയിൽ വന്ന് രാവണനെ കൊന്ന് വീണ്ടെടുക്കാത്ത പക്ഷം താൻ ജീവിക്കുന്നതല്ലെന്ന വൃത്താന്തത്തെയും ബോധിപ്പിച്ചു. അനന്തരം ഭഗവാന് ബോധ്യം വരാൻ വേണ്ടി ഒരടയാള വാക്കും തന്റെ ശിരസിൽ അലങ്കരിച്ചിരുന്ന ചൂടാരത്നവും ഹനുമാൻ വശം കൊടുത്തേൽപ്പിച്ചു. 2 മാസത്തിനുള്ളിൽ വന്ന് രാവണാദികളെ കൊന്ന് ദേവിയെ വീണ്ടുകൊണ്ട് പൊയ്ക്കൊള്ളാമെന്ന് ഹനുമാൻ സ്വന്തം നിലയിലും പ്രതിജ്ഞ ചെയ്തു. ദേവിയെ നമസ്കരിച്ച് യാത്രയും പറഞ്ഞ് പിൻവാങ്ങി. ഇത്രയൊക്കെയായിട്ടും നേരം പ്രഭാതമായിട്ടില്ല. അതിനാൽ മടങ്ങണമോ അഥവാ ഇനിയും എന്തെങ്കിലും പ്രവർത്തിക്കണമോ എന്നാലോചിച്ചു ഹനുമാൻ. വന്ന കാര്യം സാധിച്ചു. സീതാദർശനമായിരുന്നു മുഖ്യ ഉദ്ദേശം. അത് സാധിക്കുകയും ചെയ്തു. എന്നാൽ ലങ്കയിലെ സൈന്യബലത്തെയും രാവണന്റെ പ്രഭാവത്തെയും പറ്റി ഭഗവാൻ എന്തെങ്കിലും ചോദിച്ചാൽ തനിക്കൊന്നും പറയാനില്ലല്ലോ. അതിനാൽ അതിനെപ്പറ്റിയും എന്തെങ്കിലും ചില അറിവ് സമ്പാദിച്ചിട്ടു വേണം മടങ്ങാനെന്ന് തീർച്ചപ്പെടുത്തി. അതിനെന്തു വേണ്ടു എന്ന് ആലോചിച്ചു നോക്കിയപ്പോഴാണ് അശോകവനത്തെയും അവിടെ പാറാവുകാരായ സൈന്യങ്ങളെയുമൊക്കെ ഓർമ്മിച്ചത്. ഉടനെ തന്നെ അശോകവനം മുഴുവൻ തല്ലി തകർക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പാറാവുകാരായ സൈന്യങ്ങളൊക്കെ ഉണർന്നു. പരിഭ്രമത്തോടെ ആയുധങ്ങളെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. ഹനുമാനാകട്ടെ ഒരു വൃക്ഷം കടയോടെ പറിച്ചെടുത്ത് അവരെയെല്ലാം അടിച്ചു കൊന്നു. വിവരം രാവണ ചക്രവർത്തി അറിഞ്ഞു. വേഗത്തിൽ കുറെ സൈന്യങ്ങളെയും 4-5 സേനാനായകന്മാരെയും പറഞ്ഞയച്ചു. താമസമുണ്ടായില്ല, അവരെയും അടിച്ചുകൊന്നു ഹനുമാൻ. വർത്തമാനമറിഞ്ഞ രാവണന് ക്രോധം സഹിക്കാൻ കഴിയാതായി. ഒരു വാനരൻ യാതൊരു ആയുധവും കയ്യിലില്ലാതെ ബലവാന്മാരായ ഇത്രയും രാക്ഷസന്മാരെ കൊന്നുവെന്ന വർത്തമാനം രാവണന് സഹിക്കാൻ കഴിഞ്ഞില്ല. ക്രോധാവിഷ്ടനായി താൻ തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോഴാണ് രാവണപുത്രനായ അക്ഷയകുമാരൻ അച്ഛനെ വണങ്ങി താൻ പോയി ആ കുരങ്ങനെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു പുറപ്പെട്ടത്. അക്ഷയകുമാരനും കുറെ സൈന്യങ്ങളും വന്ന് ഹനുമാനെ വളഞ്ഞു. ഭയങ്കരമായി ശരവർഷം ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ഹനുമാൻ സഹിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ശരീരം കുടഞ്ഞ് ശരങ്ങളൊക്കെ തെറിപ്പിച്ചു വൃക്ഷമെടുത്ത് അവരെയും അടിച്ചുകൊന്നു. അതും കൂടി രാവണൻ അറിഞ്ഞപ്പോൾ ക്രോധാവിഷ്ടനായി തന്നെത്താൻ യുദ്ധത്തിന് ചാടിപ്പുറപ്പെട്ടു. അപ്പോൾ രാവണന്റെ സീമന്തപുത്രനായ ഇന്ദ്രജിത്ത് രാവണനെ വന്ന് നമസ്കരിച്ച് താൻ ഹനുമാനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു പുറപ്പെട്ടു. തൽക്കാലം രാവണൻ സമാധാനിച്ചു. ഇന്ദ്രജിത്തും സൈന്യങ്ങളും കൂടി ഹനുമാനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. വളരെ നേരം ഇരുകൂട്ടരും കൂടി ഭയങ്കരമാം വണ്ണം യുദ്ധം ചെയ്തു. ഒന്നുകൊണ്ടും തനിക്ക് വിജയമില്ലെന്ന് കണ്ട് അവസാനം മേഘനാഥൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് മോഹാലസ്യപ്പെടുത്തി വീഴ്ത്തി. ഉടനെ കയറുകൊണ്ട് കൈകാലുകൾ ബന്ധിച്ച് ഉണർത്തി എഴുന്നേൽപ്പിച്ചു പിടിച്ചു വലിച്ച് രാവണന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ക്രോധം കൊണ്ടും വ്യസനം കൊണ്ടും അപമാനം കൊണ്ടും തപ്തനായ രാവണ ചക്രവർത്തി ഹനുമാനെ കണ്ടപ്പോഴേക്ക് തന്നെ ആവേശം കൊണ്ട് പരവശനായി അട്ടഹസിച്ചടുത്തു. മുന്നിൽ നിൽക്കുന്ന തന്റെ മന്ത്രിമുഖ്യനായ പ്രഹസ്തനോട് ഹനുമാനെ ചോദ്യം ചെയ്യാൻ കൽപ്പിച്ചു. പ്രഹസ്തൻ ഹനുമാനെ അനുനയിപ്പിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. നീ ആരാണ്? എന്തിനാണ് അർദ്ധരാത്രിക്ക് ആരുമറിയാതെ ഇവിടെ വന്നത്? എന്തിനാണ് അശോകവനത്തെ നശിപ്പിച്ചത്? എന്തിനാണ് ഇത്രയും അസംഖ്യം രാക്ഷസന്മാരെ കൊന്നത്? എന്നൊക്കെയാണ് പ്രഹസ്തന്റെ ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും ഹനുമാൻ മറുപടി പറഞ്ഞു.
ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ്, സീതാദേവിയെ കാണാൻ വന്നതാണ്, അശോകവനം നശിപ്പിച്ചത് മർക്കടപ്രകൃതി കൊണ്ടാണ്, രാക്ഷസന്മാരെ കൊന്നത് അവർ തന്നെ കൊല്ലാൻ വന്നപ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ്. പിന്നീട് രാവണനും ഹനുമാനും തമ്മിൽ പലതും സംസാരിക്കുന്നുണ്ട്. തന്നെ അല്പം പോലും ബഹുമാനിക്കാതെയും അധിക്ഷേപിച്ചുകൊണ്ടുമുള്ള ഹനുമാന്റെ പെരുമാറ്റം അഭിമാനിയായ രാവണനെ വല്ലാതെ അരിശം പിടിപ്പിച്ചു. ക്രോധം സഹിക്കാൻ കഴിയാതെ അവസാനം രാവണൻ ഹനുമാനെ കൊല്ലാൻ തന്നെ കൽപ്പിച്ചു. അപ്പോൾ ധർമ്മിഷ്ഠനായ വിഭീഷണൻ അടുത്തുവന്ന് ജ്യേഷ്ഠനായ രാവണനെ ഗുണദോഷിച്ചുകൊണ്ട് ദൂതനെ വധിക്കാൻ പാടില്ലെന്ന രാജനീതിയെ സമർത്ഥനം ചെയ്തു. ഏതെങ്കിലും അവയവത്തെ ഛേദിക്കുകയോ അല്ലെങ്കിൽ മറ്റു വല്ല ശിക്ഷയും കൊടുക്കുകയോ ചെയ്യാമെന്നല്ലാതെ ദൂതനെ ഒരിക്കലും കൊല്ലാൻ പാടില്ലെന്ന വിഭീഷണന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് രാവണൻ ഹനുമാന്റെ വാലിൽ ശീല ചുറ്റി എണ്ണയൊഴിച്ച് തീ കൊളുത്താൻ കൽപ്പിച്ചു. അതുപ്രകാരം അസംഖ്യം വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് വാലിന് ചുറ്റിക്കെട്ടി ധാരാളം എണ്ണയൊഴിച്ച് തീ കത്തിച്ചു. കത്തിജ്വലിക്കുന്ന വാലുമായി ഹനുമാൻ പെട്ടെന്ന് കെട്ടിൽ നിന്ന് വേർപെട്ട് അവരുടെ സഭാമധ്യത്തിൽ നിന്ന് പുറത്തേക്കെടുത്തു ചാടി. കുടുക്കിൽ നിന്ന് ഊരിച്ചാടി സ്വതന്ത്രനായി പുറത്തെത്തിയ ഹനുമാൻ കത്തിജ്വലിക്കുന്ന വാലുമായി വാനരപ്രകൃതിക്കനുസരിച്ച് ഓരോ ഗൃഹത്തിന്റെയും മുകളിലേക്ക് ചാടാൻ തുടങ്ങി. ഹനുമാൻ ചാടുന്ന ഗൃഹങ്ങൾ ഓരോന്നിലും അഗ്നി കത്തിജ്വലിക്കാൻ തുടങ്ങി. വലിയ രാജകീയ ഗൃഹങ്ങളും അന്തഃപുരങ്ങളും പുരവാസികളായ മറ്റു രാക്ഷസന്മാരുടെ ഗൃഹങ്ങളും ഓരോന്നായി ചടപടാ ശബ്ദത്തോടുകൂടി ഭയങ്കരമാവണ്ണം കത്തിജ്വലിച്ചു. അല്പസമയം കൊണ്ട് ആ വമ്പിച്ച പട്ടണം മുഴുവൻ ഭയാനകമാവണ്ണം ജ്വലിക്കാൻ തുടങ്ങി. വായുപുത്രന്റെ പിതാവിന്റെ സാന്നിധ്യം അഗ്നിജ്വാലകളെ ദശഗുണീഭവിപ്പിച്ചു. വലിയ തോതിൽ ധൂമപടലങ്ങളും അഗ്നിജ്വാലകളും തീപ്പൊരികളും ആകാശം മുഴുവൻ വ്യാപിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും മറ്റ് രാക്ഷസന്മാരുടെയും ആർത്തരോദനവും ശൂരന്മാരായ യോദ്ധാക്കന്മാരുടെ പ്രതികാര ബുദ്ധിയോടുകൂടിയ ധീരവചനങ്ങളും ആകാശത്തെ മുഖരിതമാക്കി തീർത്തു. രാക്ഷസ ചക്രവർത്തിയായ രാവണനും മന്ത്രിപുങ്കവന്മാരും ആലോചന കൂടാതെ ചെയ്ത ഈ പ്രവൃത്തി തങ്ങൾക്ക് വലിയൊരു അമളിയായി തീർന്നതോർത്ത് ലജ്ജിതന്മാരായി ഒന്നും പറയാൻ കഴിയാതെ മുഖം താഴ്ത്തി നിന്നു. സ്വയം കൃത അനർത്ഥം കൊണ്ട് അമർഷിതനായ ഇന്ദ്രജിത്ത് വീണ്ടും ആഞ്ജനേയനെ പിടിക്കാൻ നോക്കി. പക്ഷേ അഗ്നിജ്വാലകളെ കൊണ്ട് എവിടേക്കും ഇറങ്ങാൻ വയ്യ. ക്രോധാവിഷ്ടനായ രാവണൻ കണ്ണുരുട്ടി പല്ലുകടിച്ചു നിന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ഹനുമാന്റെ പ്രവൃത്തിക്ക് കുറവൊന്നുമുണ്ടായില്ല. സകല ഗൃഹങ്ങളും അഗ്നിക്കിരയായി. സർവ്വദേവന്മാരും രാവണന്റെ കൽപ്പനയെ മാനിക്കുന്നവരാണല്ലോ. ആ സ്ഥിതിക്ക് അഗ്നി എത്ര ജ്വലിച്ചാലും വരുണൻ തന്റെ ശക്തി കുറച്ചൊന്ന് പ്രകടിപ്പിച്ചാൽ കഴിഞ്ഞു. അഗ്നി മുഴുവൻ ശമിക്കാതെ വയ്യ. ജലാതിദേവതയാണല്ലോ വരുണൻ. പക്ഷേ ശ്രീരാമൻ രാവണവധത്തിന് മിക്കവാറും തയ്യാറായി കഴിഞ്ഞുവെന്നറിഞ്ഞ ദേവന്മാർ രാവണനെ പതിവുപോലെ ഭയപ്പെടുകയോ രാവണാജ്ഞയെ മാനിക്കുകയോ ചെയ്യാതായി. അതിനാൽ എന്തൊക്കെ ചെയ്തിട്ടും വിശേഷിച്ച് പ്രയോജനമൊന്നുമുണ്ടായില്ല. പട്ടണം മുഴുവൻ കത്തി വെണ്ണീറായി. കണക്കില്ലാത്ത സ്വത്ത് നശിച്ചു. അനേകം ആളുകളും മരിച്ചു. ആദ്യം തന്നെ അശോകവനം മുഴുവൻ നശിപ്പിച്ചു. അസംഖ്യം സൈന്യങ്ങളെ കൊന്നു. പഞ്ചസേനാധിപന്മാരെയും അക്ഷയകുമാരന്മാരെയും കൊന്നു. ഇപ്പോൾ പട്ടണം മുഴുവൻ ദഹിപ്പിക്കുകയും അസംഖ്യം പൗരന്മാരെ കൊല്ലുകയും ചെയ്തു. ഒരു കുരങ്ങൻ വരുത്തിത്തീർത്ത ആപത്തോർത്ത് രാവണൻ ലജ്ജിച്ചു. ഇന്ദ്രാദി ദേവശ്രേഷ്ഠന്മാർ കൂടിയും രാക്ഷസ ചക്രവർത്തിയുടെ പേര് കേട്ടാൽ ഞടുങ്ങും. അങ്ങനെയുള്ള രാവണന്റെ അരമനയിൽ കടന്ന് ഇത്രയും കടുത്ത അക്രമങ്ങൾ കാണിക്കാൻ ഒരു കുരങ്ങന് സാധിക്കണമെങ്കിൽ എന്തൊരു കാലക്കേടാണെന്നാണ് പറയേണ്ടത്. ഏതായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും അമളി പറ്റാതിരിക്കാൻ കാവൽക്കാരെ പ്രത്യേക താക്കീതും ചെയ്തു. തന്റെ പരാക്രമങ്ങളെ ഇത്രത്തോളം കാണിച്ചുകൊടുത്ത ആഞ്ജനേയൻ ലങ്കാപട്ടണം മിക്കവാറും അഗ്നിക്കിരയായെന്ന് കണ്ട ഉടനെ ചാടി സമുദ്രത്തിൽ തന്റെ വാൽമുക്കി അഗ്നി കെടുത്തി സീതാദേവിയോട് യാത്രയും പറഞ്ഞ് സുബേലപർവ്വതത്തിന്റെ മുകളിൽ കയറി അത്യുച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് അക്കരയ്ക്കെടുത്തു ചാടി. ആകാശമണ്ഡലം മുഴുവൻ മുഴക്കിക്കൊണ്ടുള്ള അട്ടഹാസത്തോടെ വായുവേഗത്തിൽ ആകാശത്തൂടെ മഹേന്ദ്രപർവ്വതത്തിൽ വന്നു ചേർന്നു. വായുപുത്രൻ ലങ്കയിലേക്ക് ചാടിയ മുതൽ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ് വാനരസംഘം മുഴുവൻ. വിദൂരത്തിൽ നിന്നുള്ള ഹനുമാന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർ സന്തുഷ്ടന്മാരും കൃതാർത്ഥന്മാരുമായി. ആവേശപൂർവ്വം ആഞ്ജനേയനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവരുടെ മധ്യത്തിലാണ് മാരുതി വന്നു വീണത്. എല്ലാവരും സന്തോഷാവേശത്തോടെ നാലു ഭാഗവും തിക്കിത്തിരക്കി നിന്ന് വർത്തമാനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഹനുമാനാകട്ടെ മഹേന്ദ്രപർവ്വതത്തിൽ നിന്ന് ചാടിയതു മുതൽ അതുവരെ നടന്ന എല്ലാ വർത്തമാനങ്ങളും അവരെ വിസ്തരിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അനന്തരം
എല്ലാവരും കൂടി സന്തോഷാവേശത്താൽ ആർത്തു വിളിച്ച് ചാടിത്തിമിർത്തുകൊണ്ട് ഭഗവൽ സന്നിധിയിലേക്ക് യാത്രയായി. സുഗ്രീവൻ വളർത്തിവരുന്നതും ദതിമുഖനെന്ന വാനരൻ സുഗ്രീവന്റെ കൽപ്പനപ്രകാരം കാത്തു സംരക്ഷിച്ചു വരുന്നതുമായ ഒരു തോട്ടമുണ്ട് വഴിമധ്യത്തിൽ. അവിടെ എത്തിയപ്പോൾ എല്ലാവരും വിശന്ന് ക്ഷീണിച്ചവരായിരുന്നതിനാൽ തോട്ടത്തിൽ കടന്ന് ഇഷ്ടംപോലെ പഴങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി. തോട്ടക്കാരനായ ദതിമുഖൻ അവരെ എതിർത്ത് ആട്ടി ഓടിക്കാൻ ചെന്നപ്പോൾ എല്ലാവരും കൂടി ദതിമുഖനെ അടിച്ചോടിച്ചു. അയാൾ നേരെ മഹാരാജാവായ സുഗ്രീവന്റെ സന്നിധിയിൽ ചെന്ന് വിവരം ധരിപ്പിച്ചു. സുഗ്രീവന് കാര്യം മനസ്സിലായി. അവർ സീതാദേവിയെ കണ്ടുവരുന്നവരാണ്. അതാണ് ഇത്ര ധൈര്യത്തോടെ തോട്ടത്തിൽ കയറി അക്രമം കാണിക്കുന്നതെന്ന് ബോധ്യമായി. ഉടനെ അവരോട് വേഗത്തിൽ വരാൻ പറയണമെന്നും പറഞ്ഞ് ദതിമുഖനെ മടക്കി അയച്ചു. പിന്നെ അധികം താമസിയാതെ വാനരസംഘം ഋഷിമുഖാചലത്തിലെത്തി. വായുപുത്രൻ ഭഗവാനെയും സുഗ്രീവനെയും വണങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടതു മുതൽക്കുള്ള എല്ലാ വർത്തമാനങ്ങളും വിസ്തരിച്ചു പറഞ്ഞു. സീതാദേവി തന്നയച്ച ചൂടാരത്നത്തെയും ഭഗവാന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു. സന്തോഷാവിഷ്ടനായി ഭഗവാൻ ആഞ്ജനേയനെ അനുഗ്രഹിച്ചു. ഇവിടെയാണ് സുന്ദരകാന്ഡം അവസാനിക്കുന്നത്. തീവ്ര മുമുക്ഷുവായ ഒരു സാധകൻ ബ്രഹ്മവിദ്യയെ അറിയലാണ് സുന്ദരകാന്ഡത്തിലെ താത്വിക വശമെന്ന് പറഞ്ഞുവല്ലോ. തീവ്രവൈരാഗ്യം കൊണ്ട് സംസാരത്തിൽ നിന്ന് കേവലം നിവൃത്തനായി സങ്കല്പസ്വരൂപവും 3 കാലത്തും ഇല്ലാത്തതും എന്നാൽ വർത്തമാനകാലത്ത് ഉള്ളതെന്ന് ദൃഢപ്പെട്ടിരിക്കുന്നതുമായ സംസാരത്തിന്റെ മറുകരയിലേക്ക് കടക്കലാണ് സമുദ്രലംഘനമെന്നും സൂചിപ്പിച്ചുവല്ലോ. ദ്രഷ്ടാവും ഭോക്താവും ജ്ഞാതാവുമെന്ന് അഭിമാനിക്കാവുന്ന മൂഢനായ ജീവന്റെ മോഹം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ തന്നെ സംസാരത്തിന്റെ ഹേതു. അതിനെ തന്നെയാണ് സമുദ്രമായി ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മോഹസമുദ്രത്തിന്റെ ലംഘനം തന്നെ സമുദ്രലംഘനം. പല പല സങ്കല്പങ്ങളാകുന്ന തിരമാലകളെക്കൊണ്ടും രാഗാതിവികാരങ്ങളാകുന്ന ജലജന്തുക്കളെക്കൊണ്ടും തൃഷ്ണയാകുന്ന അഗാധത കൊണ്ടും വ്യാമോഹമാകുന്ന അപാരത കൊണ്ടും അർത്ഥധാരാദികളാകുന്ന ആവർത്തങ്ങളെക്കൊണ്ടും അത്യന്ത ഭയാനകമായ മോഹസമുദ്രത്തെ ലംഘിക്ക എന്നത് എളുപ്പമല്ല. വിഷമം പിടിച്ചൊരു പണിയാണത്. അതാണ് വാനരസംഘത്തിൽ വളരെ ആളുകളുണ്ടായിട്ടും ആർക്കും സാധിക്കാതെ ഹനുമാൻ ഒറ്റയ്ക്ക് ചാടേണ്ടി വന്നത്. എത്രയോ കോടി ജനങ്ങളിൽ 1-2 ആളുകളെ മോഹസമുദ്രത്തെ ലംഘിക്കാൻ സമർത്ഥന്മാരാകാറുള്ളൂ. ഏതുകാലത്തും അങ്ങനെ തന്നെയാണ്. അതാണ് ഒരു ഹനുമാനെ മാത്രം സമുദ്രലംഘനത്തിൽ സമർത്ഥനായി കാണിച്ചത്. കൂടാതെ മനുഷ്യപ്രയത്നം മാത്രം പോരാ, ഈശ്വരാനുഗ്രഹവും വേണം എന്ന് കാണിക്കാനാണ് പോരുമ്പോൾ ഭഗവാൻ ഹനുമാനെ പ്രത്യേകമായി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞത്. അതിനും പുറമെ ഭഗവാന്റെ കയ്യിലെ മോതിരവും ഹനുമാൻ വശം കൊടുത്തുവെന്ന് പറഞ്ഞിരിക്കുന്നു. മോതിരമെന്ന് പറഞ്ഞാൽ കയ്യിനെ അലങ്കരിക്കാനുള്ള വസ്തുവെന്നർത്ഥമാണല്ലോ. കയ്യിനലങ്കാരം കർമ്മമാണ്. അത് മുഴുവൻ ഈശ്വരാത്മകമാവണമെന്നർത്ഥം. കർത്തൃത്വവും ഭോക്തൃത്വവും മുഴുവൻ ഈശ്വരങ്കൽ അടങ്ങി സർവസ്വവും ഈശ്വരങ്കൽ പൂർണ്ണമായി അർപ്പിക്കണം. ഇങ്ങനെയുള്ള ഒരാളാണ് മോഹസമുദ്രത്തെ ലംഘിക്കാൻ പ്രാപ്തനായി തീരുന്നത്. ആ നിലയിലാണ് ആഞ്ജനേയനെ ചിത്രീകരിച്ചിരിക്കുന്നതും. കയ്യിൽ രാമാങ്കുലീയവും നാവിൽ രാമനാമവും മനസ്സിൽ രാമസ്വരൂപവുമുള്ള തനിക്ക് ഈ സമുദ്രത്തെ ചാടിക്കടക്കുക എന്നത് എത്ര നിസ്സാരമാണെന്നാണ് ഹനുമാൻ ചോദിക്കുന്നത്. സമ്പൂർണ്ണ ഈശ്വരാശ്രയത്തിൽ കൂടെയും ഈശ്വരവിശ്വാസത്തിൽ കൂടെയും ആ ധീരത വന്നിട്ടുള്ള സാധകനാവണം. എന്നാൽ തന്നെ അനേകം പ്രതിബന്ധങ്ങൾ പിന്നെയും വന്നു ചേരാനുണ്ട്. അതാണ് സമുദ്രമധ്യത്തിൽ സൂചിപ്പിച്ച അത്യാഹിതങ്ങൾ. ഈശ്വരവിശ്വാസം കൊണ്ടും ധൈര്യം കൊണ്ടും അവയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാറാവണം. അങ്ങനെയുള്ള സാധകനാണ് ബ്രഹ്മവിദ്യയെ അറിയാൻ പ്രാപ്തനാവുന്നത്. താത്വിക സ്വരൂപത്തിൽ കൂടെ വീക്ഷിക്കുമ്പോൾ എന്താണ് ഈ സമുദ്രലംഘനം? ഉത്തമാധികാരിയായ സാധകന്റെ നിലയാണ് ഹനുമാനെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ. എന്തിനാണ് വാനരനാക്കി ചിത്രീകരിച്ചത് സാധകനെ എന്നാണെങ്കിൽ പറയാം. ഒരാളെ സാധകനോ സംസാരിയോ ഉത്തമനോ അധമനോ എല്ലാമാക്കി തീർക്കുന്നത് അയാളുടെ മനസ്സാണ്. മനസ്സുകൊണ്ടാണ് സംസാര സമുദ്രത്തെ ചാടുകയും ബ്രഹ്മവിദ്യയെ പ്രാപിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നത്. മനസ്സുകൊണ്ട് തന്നെയാണ് സംസാരത്തിൽ മുഴുകുകയും ചെയ്യുന്നത്. മനസ്സ് ഓരോരുത്തരുടെയും ചപലമാണ്. ചപലമായ മനസ്സിനെയാണ് വാനരത്വം കൊണ്ട് സൂചിപ്പിച്ചത്. അത് സകല ചാപല്യങ്ങളെയും വിട്ട് അത്യന്തം ഏകാഗ്രവും പരമപരിശുദ്ധവുമായി തീരണം. അങ്ങനെയുള്ള മനസ്സാണ് മോഹസമുദ്രത്തിന്റെ മറുകരയ്ക്ക് ചാടി ബ്രഹ്മവിദ്യയെ കണ്ടുപിടിക്കുന്നത്. അതിനെയാണ് വായുപുത്രനെ കൊണ്ട് സൂചിപ്പിച്ചതും. വായുപുത്രൻ എന്ന സംജ്ഞ കൊണ്ട് തന്നെ
ഈ തത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് ചാട്ടമെന്ന് നിരൂപിക്കാം. കർത്തവ്യം, പ്രാപ്തവ്യം, ഭോക്തവ്യം എന്നീ 3 കുടുക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജീവൻ. തനിക്ക് അനേകം കർത്തവ്യങ്ങളുണ്ട്. തനിക്ക് പലതും സാധിക്കേണ്ടതുണ്ട്. തനിക്ക് പലതും അനുഭവിക്കേണ്ടതുണ്ട് എന്ന ചിന്ത എല്ലാ ജീവന്മാരിലും ആഴത്തിൽ വേരൂന്നി ഉറച്ചു നിൽക്കുകയാണ്. എന്തൊക്കെ ചെയ്താലും കർത്തവ്യം അവസാനിക്കുന്നില്ല. എന്തൊക്കെ കിട്ടിയാലും പ്രാപ്തവ്യം അവസാനിക്കുന്നില്ല. പിന്നെയും ചിലത് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെ എന്തൊക്കെ അനുഭവിച്ചാലും ഭോക്തവ്യവും കഴിയുന്നില്ല. ഇതാണ് ഓരോരുത്തരുടെയും നില. പിന്നെ എങ്ങനെയാണ് സംസാരത്തിൽ നിന്ന് വിടുന്നത്? ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി അധ്യാത്മധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതുകൂടിയും ചില കർത്തവ്യങ്ങളെ ബാക്കി വെച്ചുകൊണ്ടാണ്. കർത്തവ്യങ്ങളും പ്രാപ്തവ്യങ്ങളുമൊക്കെ സംസാരത്തിലാണല്ലോ. അതവസാനിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ സാധനകൾ ചെയ്താലും സാധകൻ സംസാരത്തിന്റെ മറുകരയ്ക്കെത്തലുമില്ല. സംസാരത്തിന്റെ അപ്പുറത്തേക്കെത്താതെ ബ്രഹ്മവിദ്യയെ അറിയലുമില്ല. അറിയാതെ ഈശ്വരപ്രാപ്തിയുമില്ല. അതിനാൽ തനിക്ക് സംസാരത്തിൽ യാതൊരു പ്രകാരത്തിലും കർത്തവ്യമോ പ്രാപ്തവ്യമോ ഭോക്തവ്യമോ കേവലം ഇല്ലാതായി തീരൽ തന്നെ മോഹസമുദ്രത്തിന്റെ മറുകരയ്ക്കുള്ള ചാട്ടം. ഈശ്വരപ്രാപ്തിയല്ലാതെ പ്രാപ്തവ്യമോ അതിനുള്ള പ്രയത്നമല്ലാതെ കർത്തവ്യമോ ഈശ്വരാനുഭൂതിയല്ലാതെ ഭോക്തവ്യമോ ഇല്ലെന്ന് വരുന്നത് തന്നെ സംസാര സമുദ്രത്തിന്റെ ലംഘനം. അതല്ലേ ഹനുമാനിൽ വ്യക്തമായി കാണുന്ന സംസ്കാരം. രാമകാര്യത്തിനു വേണ്ടി ജനിച്ച് രാമകാര്യത്തിനു വേണ്ടി ഇത്രകാലം ജീവിച്ച് രാമകാര്യത്തിനു വേണ്ടി പോവുന്ന തനിക്ക് അതിൽ കവിഞ്ഞ് മറ്റെന്താണുള്ളത്? രാമകാര്യം സാധിക്കാതെയുണ്ടോ ആഹാരം എന്നല്ലേ ഹനുമാൻ മൈനാകപർവ്വതത്തോട് ചോദിച്ചത്. ആ സംസ്കാരം തന്നെ ചാട്ടം. താൻ ആത്മസാക്ഷാത്കാരമാകുന്ന കാര്യത്തിനു വേണ്ടി മാത്രമാണ് മനുഷ്യനായി ജനിച്ചതെന്നും ഈ മനുഷ്യശരീരം കൊണ്ടും ജീവിതം കൊണ്ടും കൈവല്യാനുഭൂതി മാത്രമാണ് തനിക്ക് പ്രാപിക്കാനുള്ളതെന്നും അതിനുള്ള പ്രയത്നം മാത്രമാണ് തന്റെ കർത്തവ്യമെന്നുമുള്ള ദൃഢമായ ബോധവും ആ സംസ്കാരത്തിൽ നിന്ന് അണുപോലും തെറ്റാതെയുള്ള ജീവിതവും തന്നെ മോഹസമുദ്രത്തിന്റെ മറുകരയ്ക്കുള്ള ചാട്ടം. അങ്ങനെ കർത്തവ്യങ്ങളെയും പ്രാപ്തവ്യങ്ങളെയും ഭോക്തവ്യങ്ങളെയും അതിക്രമിച്ച് സുഹൃതി സംസാരത്തിന്റെ മറുകരയിലെത്തി എന്നു പറയാം. അവൻ ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവിയെ കാണുകയും ചെയ്യും. ആരണ്യകാണ്ഡത്തിൽ പാപത്തെ പമ്പയാക്കി മാറ്റിയതിനെ കണ്ടുവല്ലോ. അതുപോലെ ഇവിടെ കാലം എന്ന തത്വത്തെയാണ് ലങ്കയാക്കി മാറ്റിയിരിക്കുന്നത്. കാലശബ്ദത്തെ ഇടത്തോട്ട് വായിച്ചാൽ ലംക എന്നായി തീരുമല്ലോ. ചലനമാണ് കാലത്തിന്റെ സ്വരൂപം. ശരീരത്തിലെ സകല അണുക്കളും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരണുപോലും നിശ്ചലമായിരിക്കുന്നില്ല. എന്നാൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക എന്നത് ശരീരത്തിലെ എല്ലാ ഘടകങ്ങളുടെയും സ്വഭാവമാണോ എന്ന് നോക്കുമ്പോൾ അല്ലെന്ന് കാണാം. ഒന്നിനും തന്നെത്താൻ ചലിക്കാനുള്ള ശക്തിയില്ല. എല്ലാം ജഡങ്ങളായതിനാൽ എപ്പോഴും നിശ്ചലങ്ങളാണ്. എന്നാൽ ഏതോ ഒരു മുഖ്യശക്തി തന്റെ വ്യാപ്തി കൊണ്ട് എല്ലാറ്റിനെയും എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒഴിവില്ലാതെ എല്ലാ സമയത്തും ആ സമ്പ്രദായം നടന്നുകൊണ്ടേയിരിക്കുന്നതിനാൽ ഒരു ഘടകത്തിനും എപ്പോഴും സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ വയ്യ. എപ്പോഴും അനിഷേധ്യമായ ചലനശക്തിക്ക് വിധേയമായി കൊണ്ടുതന്നെയിരിക്കുന്നു. അങ്ങനെ എല്ലാറ്റിനെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്തുത കേന്ദ്രശക്തിയെ കാലമെന്നും പ്രാണനെന്നും ജീവനെന്നും പല പേരുകളെക്കൊണ്ടും അറിഞ്ഞുവരുന്നു. അതേ ശക്തി തന്നെയാണ് പ്രപഞ്ചത്തിൽ എല്ലാറ്റിനെയും എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചലനം കൊണ്ടാണ് വസ്തുക്കൾക്ക് വളർച്ചയും പരിണാമവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രസ്തുത ശക്തിയെ ശരീരത്തിന് പുറത്താവുമ്പോൾ കാലമെന്നും ശരീരത്തിനകത്താകുമ്പോൾ ജീവനെന്നും സാധാരണ പറഞ്ഞുവരുന്നു. അതിനെ തന്നെ ഭാഗികമായി പറയുമ്പോൾ പ്രാണനെന്നും പറയുന്നു. ഏതായാലും ആ കാലശക്തിയെയാണ് ലങ്കയാക്കി ചിത്രീകരിച്ചിരിക്കുന്നത്. അന്ധകരണത്തിൽ അപ്പോഴപ്പോൾ പൊന്തുകയും സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യുന്ന സംസ്കാര വിശേഷത്തെയാണല്ലോ സത്വരജസ് തമസ്സുകളാകുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞു വരുന്നത്. അന്ധകരണത്തിന്റെ ക്രമീകൃതമായ ചലനം കൊണ്ടാണ് പ്രസ്തുത ഗുണങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ ഉണ്ടാവുകയും വളർന്നു വികസിക്കുകയും ചെയ്യുന്നത്. പറയപ്പെട്ട സത്വരജസ് തമസ്സുകളാകുന്ന ഗുണങ്ങളെ തന്നെയാണ് ലങ്കയിലെ നായകന്മാരായ രാവണ കുംഭകർണ വിഭീഷണന്മാരായും ചിത്രീകരിച്ചിരിക്കുന്നത്. രജോ ഗുണത്തെ രാവണനായും തമോ ഗുണത്തെ കുംഭകർണനായും സത്വഗുണത്തെ വിഭീഷണനായും ചിത്രീകരിച്ചിരിക്കുന്നു. പ്രസ്തുത ഗുണങ്ങളുടെ വികാസം ഹേതുവായി പൊന്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികളും വികാരങ്ങളുമാണ്
പറയപ്പെട്ട നായകന്മാരുടെ കിങ്കരന്മാരും കിങ്കരികളുമായ രാക്ഷസന്മാരും രാക്ഷസ സ്ത്രീകളും. അവിടെയാണ് സീത മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. അതായത് തന്റെ അന്ധകരണത്തിൽ തന്നെയാണ് താൻ അപരിച്ഛിന്ന സച്ചിദാനന്ദ ബ്രഹ്മമാണെന്ന് അനുഭൂതിജ്ഞാനം മറയപ്പെട്ടിരിക്കുന്നത്. മറച്ചതാകട്ടെ രാവണൻ അല്ലെങ്കിൽ രജോ ഗുണവും. തന്റെ ചിത്തത്തിൽ കൂടെയാണ് ഒരാൾ എല്ലാ ദുഃഖങ്ങളും അജ്ഞാനങ്ങളും അനുഭവിക്കുന്നത്. തന്റെ ചിത്തത്തിൽ കൂടെ തന്നെയാണ് സുഖസമാധാനങ്ങളും ജ്ഞാനവും ഉണ്ടാവേണ്ടിയിരിക്കുന്നതും. അതിനാൽ ഒരു സാധകന്റെ പ്രജ്ഞ തന്റെ അന്ധകരണത്തിലാണ് സുഖത്തെയും ജ്ഞാനത്തെയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. അന്ധകരണത്തിൽ അന്വേഷിക്കാൻ തുടങ്ങണമെങ്കിൽ ബാഹ്യലോകത്തിൽ നിന്ന് വിട്ടുപോരണം. ബാഹ്യലോകത്തിൽ നിന്ന് വിട്ട് പ്രജ്ഞ ഉള്ളിലൊതുങ്ങണമെങ്കിൽ പ്രപഞ്ചത്തിൽ തനിക്ക് കർത്തവ്യമോ പ്രാപ്തവ്യമോ ഭോക്തവ്യമോ ഇല്ലാതായിത്തീരണം. അങ്ങനെ വന്ന് ബാഹ്യലോകത്തിൽ നിന്ന് പ്രജ്ഞ ഉള്ളിലേക്ക് വലിയൽ തന്നെ സമുദ്രലംഘനം. ചഞ്ചലമായ അന്ധകരണം തന്നെ ലങ്ക. അവിടേക്ക് കടക്കുമ്പോൾ ആഗ്രഹം തടയും. അതായത് ബാഹ്യലോകത്തിലെ ഏതെങ്കിലും അനുഭവങ്ങളുടെ ഓർമ്മ പൊന്തി വന്നേക്കും. അതുതന്നെ ഹനുമാനെ തടഞ്ഞുവച്ച ലങ്കാലക്ഷ്മി. അങ്ങനെയുള്ള ആഗ്രഹങ്ങളെയും ഓർമ്മകളെയും പൗരുഷം കൊണ്ട് അകറ്റണം. ഹനുമാൻ ലങ്കാലക്ഷ്മിയുടെ ചെകിട്ടത്തടിക്കുകയാണല്ലോ ചെയ്തത്. സത്വരജസ് തമസ്സുകളാകുന്ന 3 സംസ്കാരങ്ങളുടെ വികാസത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന 1000 സങ്കല്പങ്ങളെക്കൊണ്ടും നാമരൂപങ്ങളെക്കൊണ്ടും കലങ്ങിമറിഞ്ഞ് ആവിലമായിരിക്കുന്ന അന്ധകരണത്തിൽ എത്ര തന്നെ അന്വേഷിച്ചാലും സത്യമേതെന്ന് തിരിച്ചറിയാൻ വളരെ വിഷമം. നോക്കുന്നതെല്ലാം സങ്കല്പങ്ങളാണ്. സങ്കല്പങ്ങളെല്ലാം അസത്യങ്ങളുമാണ്. അതാണ് ഹനുമാന്റെ സീതാന്വേഷണം. വളരെ തിരിഞ്ഞുനോക്കി മാരുതി. പക്ഷേ കാണുന്നതൊക്കെ രാക്ഷസന്മാരും രാക്ഷസികളെയുമാണ്. അവസാനം പിതാവായ വായുദേവനാണ് ഹനുമാന് സീതാദേവി ഇരിക്കുന്ന സ്ഥലം നിർദ്ദേശിച്ചു കൊടുത്തത്. അതുപോലെ സങ്കല്പങ്ങളെക്കൊണ്ടും നാമരൂപങ്ങളെക്കൊണ്ടും കലങ്ങിമറിഞ്ഞ അന്ധകരണത്തിൽ ഏതിനെ നോക്കിയാലും അസത്യമാണെന്ന് കാണാം. എത്ര തിരഞ്ഞാലും അസത്യത്തെ അല്ലാതെ സത്യത്തെ കണ്ടുകിട്ടാൻ വിഷമം. അന്ധകരണത്തിന്റെ വൃത്തി കേവലം നിൽക്കുമ്പോഴാണല്ലോ സത്യം പ്രകാശിക്കുന്നത്. ചലനമുള്ളിടത്തോളം കാലം വൃത്തികൾ അവസാനിക്കുന്നുമില്ല. ചലനമാവട്ടെ എപ്പോഴും ഉണ്ട് താനും. ജനിക്കുമ്പോൾ ആരംഭിച്ചതാണ്, മരിക്കുന്നതുവരെ നിലനിൽക്കുകയും ചെയ്യുന്നു. ജാഗ്രതെന്നോ സ്വപ്നമെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ സമയത്തും പ്രാണൻ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴൊക്കെ അന്ധകരണം ചഞ്ചലവുമാണ്. ഈ സ്ഥിതിക്ക് പ്രജ്ഞയുടെ പിതാവായ വായുദേവൻ അനുകൂലിച്ചാലല്ലാതെ എങ്ങനെ സത്യത്തെ അറിയും? പ്രാണൻ അനുകൂലിക്ക തന്നെ വേണം. ഒരു നിമിഷനേരം പ്രാണൻ നിശ്ചലമായി തീരുന്നുവെങ്കിൽ അന്ധകരണത്തിന്റെ സകല വൃത്തികളും ലയിച്ച് നിശ്ചലമാവും. വൃത്തികളില്ലാതെ അന്ധകരണം തന്നെ ലയിച്ച് പ്രജ്ഞ ഉണർന്നിരിക്കുമ്പോൾ സത്യം അറിയപ്പെടുന്നു. അതുതന്നെ സീതാദർശനം. മനസ്സ് തുടങ്ങിയ എല്ലാ കരണങ്ങളും വൃത്തിരോധത്താൽ കേവലം അടങ്ങി പ്രാണൻ നിശ്ചലമായി തീരുമ്പോൾ ശേഷിക്കുന്ന നിരുപാധികവും പരമസത്യവുമായ ജ്ഞാനം തന്നെ ബ്രഹ്മവിദ്യ, അല്ലെങ്കിൽ സീതാദേവി. പ്രസ്തുത ജ്ഞാനപ്രകാശത്തിൽ സത്യമായ അമത്തത്വം വ്യക്തമായി പ്രകാശിക്കുന്നു. അപ്പോൾ അറിയേണ്ടതെല്ലാം അറിഞ്ഞു. എല്ലാ കർമ്മങ്ങളും അവസാനിച്ചു. ജ്ഞാനിയായിത്തീരുന്നു. കർമ്മത്തിന്റെ പ്രതീകമായ അങ്കുലീയത്തെ സീതയ്ക്ക് കൊടുത്ത് ശിരസിനലങ്കാരമായ, അതായത് ജ്ഞാനത്തിന്റെ പ്രതീകമായ ചൂടാരത്നത്തെ ഹനുമാൻ വാങ്ങിയല്ലോ. ഒരു നിമിഷനേരമെങ്കിലും ഈ സത്യാനുഭൂതിയുണ്ടായിത്തീരുമ്പോൾ അവശിഷ്ടങ്ങളായ വാസനാവിശേഷങ്ങൾ പല പ്രകാരത്തിൽ ക്ഷോഭിച്ച് സാധകനെ പല പ്രകാരത്തിൽ അസ്വസ്ഥനാക്കും. അതിന്റെ സൂചനയാണ് ഹനുമാന് പിന്നീട് ലങ്കയിൽ നേരിട്ട അനുഭവങ്ങളെല്ലാം. ഇങ്ങനെ അത്യന്തസുന്ദരങ്ങളായ തത്വങ്ങളുടെ ഉള്ളടക്കം കൊണ്ട് രാമായണത്തിലെ എല്ലാ കാണ്ഡങ്ങളിലും വെച്ച് സുന്ദരതമമാണ് സുന്ദരകാന്ഡം.